ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഏകദേശം ഉത്രാടത്തിൻ്റെ അന്ന് ഏകദേശം ഒരു 6:30 ടൈമായി. ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. നമ്മളിന്ന് ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ പൂ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഓണമായതുകൊണ്ട് കുറച്ചധികം പൂ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പൂ മേടിക്കാൻ വേണ്ടി പോവാണ്. തൃപ്പൂണിത്തുറയിലാണ് പോകുന്നത്. സോ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ഓണം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഉത്രാടത്തിനന്നും പിന്നെ ഓണത്തിൻ്റെ അന്ന് പിറ്റേ ദിവസം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഓണം. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. രാവിലെ എഴുന്നേറ്റു 5:30 ആയപ്പോഴത്തേക്കും എഴുന്നേറ്റു. പക്ഷേ അമ്പലത്തിൽ പോകാനായിട്ടുള്ളതുകൊണ്ട് കുറച്ച് അതിൻ്റെ തിരക്കുകളിലായിരുന്നു. അപ്പോൾ നമ്മൾ പോയത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലാണ്. അത് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു മൂലകുടുംബം എന്നെന്തോ ആണ് പറഞ്ഞത്. കറക്റ്റായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ എല്ലാ വർഷവും പോകാറ്. അവിടെ ഭയങ്കര തിരക്കുള്ളൊരു അമ്പലമാണ്, മറ്റേ ഓണത്തിൻ്റെ ഒരു വൈബൊക്കെയുള്ളൊരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. വീഡിയോസും അങ്ങനെ എല്ലാം ഉള്ളതുകൊണ്ട് എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന അത്ര ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. ചെറിയൊരു സദ്യ വയ്ക്കുന്നുണ്ട്. ഞങ്ങൾ സാധാരണ തറവാട്ടിൽ പോയിട്ടാണ് ഓണത്തിന് ഭക്ഷണം കഴിക്കാറ്. ഇപ്രാവശ്യം അത് ഞങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ അച്ഛൻ്റെ ചേട്ടനും അമ്മയുടെ അനിയനും എല്ലാവരും വരും. അപ്പോൾ ഇവിടെ ചെറിയൊരു സദ്യ വയ്ക്കും. അതിനുശേഷം നമ്മൾ ഒഫീഷ്യലി കല്യാണം വിളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ അച്ഛൻ്റെ നാടുണ്ട് ആലപ്പുഴയിൽ, ഹരിപ്പാടാണ്. അപ്പോൾ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഞാൻ പുറത്ത് നിൽക്കുന്നതുകൊണ്ട് കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമുക്ക് താഴെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഞാൻ ആഡ് ചെയ്യാം. എന്തെങ്കിലും പറ, ഹാപ്പി ഓണം പറ. കേട്ടില്ല, ഒന്നും കൂടി പറ. ഹാപ്പി ഓണം. കേട്ട് ഇല്ല. എന്താ ഉണ്ടാക്കണേന്ന് പറ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഓണം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഡേ ആണ്. ഞങ്ങളിന്ന് ആലപ്പുഴയ്ക്ക് പോകാനായിട്ടുള്ളൊരു പ്ലാനിലാണ്. അമ്മയുടെ അപ്പൂപ്പൻ്റെ നാട്ടിൽ പോകാനായിട്ട് അവിടെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു
കോളേജിൽ പഠിക്കുന്ന എക്സാം ടൈംസിലും പിന്നെ ആദ്യമായിട്ട് ജോലിക്ക് കയറിയപ്പോഴാണ് ഈ ഒരു ടൈമൊക്കെ കാണുന്നത്, 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നത്. അതിനുശേഷം ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടാണ് ഈ ഒരു സമയത്തൊക്കെ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ എനിക്കിഷ്ടമുണ്ട്. ഈ ഒരു മോർണിംഗ് വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ്. എന്തായാലും ഇന്നലെയാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്നലെ നടന്നില്ല. ചേച്ചിക്ക് ചെറുതായിട്ടൊരു പനി വന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇന്നാണ് നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ആലപ്പുഴയ്ക്ക് പോയിട്ട് അപ്പൂപ്പൻ്റെ നാട് ഹരിപ്പാടാണ്. അവിടെ പോയിട്ട് അപ്പൂപ്പൻ്റെ റിലേറ്റീവ്സിനെയും പിന്നെ അമ്മായിയുടെ ഫാമിലി അവരൊക്കെ അവിടെ ഹരിപ്പാട് തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ കല്യാണം വിളിച്ച് അവിടെ നിന്ന് തുടങ്ങാനായിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ നോക്കാം. എനിക്ക് അറിയില്ല എത്രമാത്രം ഇതൊരു നല്ലൊരു ഓണം വ്ളോഗാണോ എന്ന് എനിക്കറിയില്ല. ഓണത്തിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഹായ് പറയൂ. അമ്പലപ്പുഴ അമ്പലത്തിലല്ല, ഇവിടെ ഒരു സി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറിനെ കാണാൻ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ അവിടം വരെ പോയി നോക്കും, അമ്പലത്തിനകത്ത് കയറിയില്ല. അതിനുശേഷം നമ്മൾ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗസ്റ്റിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. ഗസ്റ്റ് ആരാണെന്ന് അവിടെ ചെന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ അത് ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാം, ഒരു സാറാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളീനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുവാണ്. അപ്പോൾ ജസ്റ്റ് ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ജസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് കയറാം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്ന് അവിടെ പുറത്ത് വരെ പോയി. അകത്ത് കയറിയില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നേക്കൊണ്ട് അകത്ത് കയറിയിട്ടില്ല.
അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ കൃഷിമന്ത്രി പ്രസാദ് സാറിൻ്റെ വീട്ടിൻ്റെ ഇവിടെയാണ്. കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ്. വരുമെന്നറിയില്ല, കാരണം തിരക്കുകളൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും സഖാവിനെ നേരിട്ട് വന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തോ പ്രോഗ്രാം ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റുവാണെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡായി. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കുളിച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഓണം വ്ളോഗ്. ഓണത്തിനെ പറ്റിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും ഉത്രാടം മുതൽ ഇന്നിപ്പോൾ അപ്പിട്ടം വരെയുള്ള എൻ്റെ കുഞ്ഞു കുറച്ച് മെമ്മറീസ് എനിക്ക് പിന്നീട് എടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ കുഞ്ഞു ഇതായിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ചെറിയ മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്ളോഗാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്താണെങ്കിലും ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കാരണം അപ്പൂപ്പൻ്റെ നാട്ടിൽ പോയി. ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷവും പോവാറുണ്ട്. എന്നാലും ഇന്നിപ്പോൾ പോയതിന് കുറച്ച് സ്പെഷ്യലാണ്. ചേച്ചിയുടെ കല്യാണത്തിന് വിളിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ അപ്പൂപ്പൻ ഇല്ലെങ്കിലും അപ്പൂപ്പൻ്റെ നാട്ടിൽ പോയി അപ്പൂപ്പൻ്റെ ആൾക്കാരെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് മെമ്മറബിളായിട്ട് തോന്നിയത് മന്ത്രി പി പ്രസാദിൻ്റെ അടുത്ത് പോയതാണ്. ആളെ കാണാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചപ്പോൾ കാണാൻ പറ്റും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ സഖാവിന് എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് വൈഫ് കോൾ ചെയ്ത് തന്നു. അപ്പോൾ വിളിച്ചപ്പോൾ അച്ഛൻ്റെ അടുത്ത് നേരിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു മീറ്റിംഗ് ഉണ്ട്, 6 or 7 മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞുകൊണ്ട് ലേറ്റ് ആവും എന്ന് പറഞ്ഞു. പക്ഷേ വരാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു, കല്യാണത്തിന് വരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. വൈഫാണെങ്കിലും ഫാമിലിയായിട്ട് വരാൻ നോക്കാം എന്ന് പറഞ്ഞു. അതൊക്കെ എന്താ പറയുക, നമ്മളൊട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ചെന്ന് വിളിക്കും, ജസ്റ്റ് അങ്ങനെ വിചാരിച്ചുള്ളൂ. പക്ഷേ ഞങ്ങൾ എന്താ പറയുക, നമ്മൾ കേട്ടിട്ടുള്ളതനുസരിച്ച് കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോൾ ഫാമിലി ഭയങ്കര സിമ്പിളാണ്. എന്ന് വെച്ചാൽ വൈഫാണെങ്കിലും നമുക്ക് എന്താ പറയുക, നമ്മളുടെ വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് പെരുമാറുന്ന രീതിയിൽ തന്നെയാണ്. ചെന്നപ്പോൾ തന്നെ നമ്മുടെ അകത്ത് കയറ്റി കുറച്ച് നേരം സംസാരിച്ചു, വീടിൻ്റെ അകത്തിരുന്ന് കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ വീടാണെങ്കിലും അത്രയും വലിയൊരു വീടൊന്നുമല്ല, എന്നാലും നമുക്കൊരു സാധാരണ ഒരു മനുഷ്യൻ അതുപോലെ എനിക്ക് ഫീൽ ചെയ്തോളൂ. ആളെ നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് എന്നറിയാം. പക്ഷേ ഫാമിലിയും അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര ജെനുവിനായിട്ടുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടെ ചെന്ന് വൈഫിൻ്റെ അടുത്ത് സംസാരിച്ചതും അവിടെ ചെന്നതും ആൾ മന്ത്രിനെ നേരിട്ട് ഫോണിൽ സംസാരിച്ചതും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു മെമ്മറബിളായിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഹോപ്പ്ഫുള്ളി മന്ത്രി കല്യാണത്തിന് വരും എന്ന് വിശ്വസിക്കാം. വന്നു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒന്നില്ലെങ്കിലും സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണ്. അപ്പോൾ അതിൻ്റേതായ തിരക്കുകൾ ഉണ്ടാവാം. പക്ഷേ വൈഫ് പറഞ്ഞനുസരിച്ച് ആ ഒരു ഡേറ്റ് നമ്മൾ നേരത്തെ വിളിച്ചേക്കുന്നത് കൊണ്ട് നോക്കാം എന്ന് പറഞ്ഞു. ഫാമിലിയായിട്ട് വരാൻ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ കേട്ടപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു സമാധാനമായിരുന്നു. എന്തായാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓണമായിരുന്നു. എന്തായാലും ഓണം എനിക്ക് അത്ര അടിപൊളിയാണെന്ന് തോന്നിയില്ലെങ്കിലും എനിക്ക് ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് ഞാൻ സംസാരിച്ച് ഓവറാക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.